ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോഴത്തേ ഞങ്ങൾ ട്രിവാൻഡ്രം ലയൺസ് ക്ലബ്ബ്, അതായത് ലേഡീസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ 1 ഡേ ട്രിപ്പ് പോവുകയാണ്. അപ്പം രാവിലെയാണ് കേട്ടോ പുറപ്പെട്ടത്. അതേ ന്യൂ സുപ്രഭാതം എന്ന് പറയുന്ന ഹോട്ടലിൽ, അതായത് കൊല്ലം അടുപ്പിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഹോട്ടൽ. ഞങ്ങൾ കൊല്ലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ അതേ എല്ലാവരും ഫുഡ് കഴിക്കുവാണ് കേട്ടോ. നെയ് റോസ്റ്റും അതായത് മസാല ദോശയുമാണ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത്, വിത്ത് കോഫി. അങ്ങനത്തെ ഞങ്ങൾക്കും ഫുഡൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പം ഈ ഒരു ലേഡീസ് ക്ലബ്ബിലുള്ളവരെല്ലാവരും മിക്കവരും ടീച്ചർ, അതുപോലെ തന്നെ ഡോക്ടർ, എഡ്യൂക്കേറ്റഡ് ആ ഒരു ഫീൽഡിലുള്ളവർ, അതുപോലെ തന്നെ ലോയർ, അതുപോലെയുള്ള പ്രൊഫസർ, അങ്ങനെ പിന്നെ റിട്ടയർഡായ കുറച്ച് പേര്, അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയൊരു ടീമായിട്ടാണ് കേട്ടോ പോയത്. 27 പേരുണ്ടായിരുന്നു. പിന്നെ അത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും പേന ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പാട്ടും ബഹളവും കൊച്ചി ഗ്രൂപ്പിൻ്റെ ഒരു ബെൽഫാം റിസോർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ എത്തി ഈ ഒരു റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം നമ്മൾ ആ ഒരു ഫാമിലേക്ക് എത്താനായിട്ട്. ഇവിടെ ഫുള്ള് മീൻ കൃഷി വിത്ത് ഫാമാണ്. അതായത് മീൻ കൃഷിയുടെ ഇതായിരുന്നു കേട്ടോ പ്രോപ്പറായിട്ട്. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു റിസോർട്ടായിട്ട് മാറിയതാണ്. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം കുറേ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഇങ്ങനെ എഴുതിയും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ പിന്നെ ഈ ഒരു കൊഞ്ച് വെച്ചിട്ടുള്ള ഒരു ആഹാരം ഉണ്ടല്ലോ, ഒരു സ്നാക്ക്, അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അതേ കണ്ടോ കരിമീൻ കൃഷിയാണ്, അത് ഫുള്ള് അതിൻ്റെ സെറ്റൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് നടന്ന് പോകുമ്പോഴത്തേ പൂളൊക്കെ ഉണ്ട്. പൂളിൻ്റെ അവിടുന്ന് അതായത് 2ാമത്തെ റൂമാണ് നമ്മളത് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് സിനിമ പേര് പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ കളിച്ചിട്ടിരിക്കുവാണ്. പിന്നെ ഒന്ന് എത്തി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കയാക്കിങ്ങിനൊക്കെ പോയി. അതിനുശേഷം പിന്നെ അതേ ബോട്ടിൽ ഞങ്ങൾ അതായത് അഷ്ടമുടി കായൽ വരെ പോവുകയാണ്. എല്ലാവരും ഉണ്ട് കണ്ടോ. അങ്ങനെ അഷ്ടമുടി കായലിൽ അതായത് 2 പിന്നെ പുഴകൾ, കായലുകൾ തമ്മിൽ ബന്ധിക്കുന്ന ആ ഒരു സ്ഥലം വരെയാണ് പോകുന്നത്. അങ്ങനെ 2 മണിക്കൂറത്തെ ബോട്ട് യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ബോട്ടിലൊക്കെ കയറിയിരിക്കുവാണ് ഇരുന്ന്. പിന്നെ ബോട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ആക്ടിവിറ്റീസ്, സോങ്, അതുപോലെ തന്നെ ആക്ഷൻസ്, പിന്നെ അന്താക്ഷരി, അതുപോലെയൊക്കെയുള്ള ഒരു ഒന്ന് റിലാക്സ് ആവാനായിട്ട് കുറേ പ്രോഗ്രാംസൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പങ്കെടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ കായലിൻ്റെ നടുക്കാണ് കേട്ടോ, സെൻറ്ററിലാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തുടങ്ങി കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റൊക്കെ മാറ്റി വെച്ചിട്ട് കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ കായലിന് നടുക്ക് വന്നിട്ട് അവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. കുറച്ച് മുട്ടിന് കുറച്ച് താഴ്ന്നിട്ട് മാത്രമേ വെള്ളമുള്ളൂ. അവിടെയൊക്കെ ഇറങ്ങി നമ്മൾ നിന്നു. പിന്നെ ആക്ടിങ് ഇതൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതിൻ്റെ സ്പീഡിന് പറയുന്ന അങ്ങനെ കയ്യിലായിരിക്കും കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്ന. അപ്പം അതിലോട്ട് നമ്മൾ നിർത്തുന്നത്. ഇപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലെത്തിയപ്പോഴാണ് സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തേ പറയുവാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ന്യൂജൻ അമ്മായിയമ്മയും മരുമകളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അങ്ങനെ വരുന്നത് കേട്ടോ. അതൊക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് ഭംഗിയായിട്ട് ചിരിക്കാനെടുക്കാനും പറ്റുന്ന രീതിയിൽ അതെല്ലാം അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിൽക്കുന്ന ആ ഒരു ആൻറ്റിയാണ് അതിൻ്റെ ഇതെല്ലാം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കേട്ടു നോക്കൂ. പ്രോഗ്രാംസ് പിന്നും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇത് ബൊഫയിലോട്ട് ഫുഡ് കഴിക്കാൻ, അതായത് ഉച്ചത്തെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വിഭവങ്ങളൊക്കെ ഉള്ള സീ ഫുഡ് ഉള്ള ഒരു അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. കണവ, കക്ക, കൂന്തൽ, അതായത് കൂന്തൽ, ഇതൊക്കെയുള്ള കരിമീൻ എല്ലാം ഉള്ളൊരു അടിപൊളി സദ്യയായിരുന്നു. അത് കഴിഞ്ഞത് പായസം കുടിച്ചു. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും പഴംപൊരിയും കോഫിയും ചായയും ഒക്കെ കൊണ്ടുവന്നു. അതെല്ലാം കുടിച്ചു.
കോഫിയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയതിനു ശേഷം പിന്നെ പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് ആദ്യം ഊഞ്ഞാലാടുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ റീലിന് വേണ്ടി എടുത്തു. നല്ല അടിപൊളി ആംബിയറാണ് കേട്ടോ ഇവിടെ. നല്ല രസമൊക്കെ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നാച്ചുറലായിട്ട് നമുക്കൊന്ന് റിലാക്സ് ആവാനുള്ള നല്ലൊരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ. കൊല്ലം മൺട്രോ തുരുത്താണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇതൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ടീമിലുണ്ടായിരുന്നവർ തന്നെയാണ് കേട്ടോ കേക്ക് മേക്ക് ചെയ്തതും. അങ്ങനെ എടുത്തിട്ട് അതേ കേക്കൊക്കെ കട്ട് ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റോസ് മിൽക്കിൻ്റെ കേക്കായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ദേ ഒരു ഈവനിങ് 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങി ഇന്നത്തെ ഒരു ഡേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ദേ നേരെ ബസ്സിലോട്ട്, അതായത് ഞങ്ങൾ ട്രാവലിൽ പോകും.